സർ, എന്താണ് ക്രോമസോം? ഈ ക്രോമസോമും ജീനും തമ്മിൽ എന്താണ് വ്യത്യാസം? പലരും ജീനുകളെ ക്രോമസോമായിട്ടും ക്രോമസോമിനെ ജീനുമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതല്ല. ക്രോമസോം എന്ന് പറയുന്നത് മനുഷ്യന് 23 pairs ഓഫ് ക്രോമസോം. ഒരു ക്രോമസോം ഫ്രം ഫാദർ, ഒരു ക്രോമസോം ഫ്രം മദർ. ഇത് രണ്ടാണ് എക്സും വൈ എന്ന് പറയും. ഈ ക്രോമസോം മനുഷ്യന് 46 എണ്ണം ഉണ്ട്. 23 pairs. അത് എവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അത് സെല്ലിന്റെ ന്യൂക്ലിയസിനകത്താണ് ഇത് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിലാണ് ഈ ക്രോമസോം. ക്രോമാറ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവും. ബോഡിയിലെ ക്രോമാറ്റിൻ കട്ടി പിടിച്ചിട്ട് ക്രോമസോം ആയിട്ടിരിക്കുകയാണ്. ഈ ക്രോമസോമിനകത്താണ് ചുരുളുകളായിട്ട് RNAയും DNA ഇരിക്കുക. എന്താണ് RNA? സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഒറ്റ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ, ഒരൊറ്റ റിബൺ പോലെ ഇരിക്കുകയാണെങ്കിൽ അത് RNA. ചുരുണ്ട് രണ്ടായിട്ടിരിക്കുകയാണെങ്കിൽ, പെരഞ്ഞിരിക്കുകയാണെങ്കിൽ അത് DNA, ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇതിൽ രണ്ടുപേരുടെയും പിതാവിന്റെയും മാതാവിന്റെയും ജീനുകളെ പെരഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് DNA. അപ്പൊ ആ DNA-ക്ക് അകത്താണ് ജീനുകൾ ഇരിക്കുന്നത്. ജീനിന്റെ ചുരുട്ടി 25,000 ബില്യൺ ജീനുകളാണ് നമ്മുടെ ബോഡിക്കകത്തുള്ളത്. അത് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നീട്ടിയ തിരുവനന്തപുരം നെയ്യാറ്റിക്കര വരെ നീണ്ടു. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ജീനുകളെ നമ്മൾ മുറിക്കും, ചെറിയ പീസാക്കും, പഠിച്ചിട്ട് അതിന്റെ സീക്വൻസിങ് ATGC എന്ന് പറയുന്നത് അഡിനൈൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, AUGC എന്ന് പറയുന്ന സീക്വൻസിങ് പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജനതിക ഘടകങ്ങൾ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ജനതിക രോഗങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു പുതിയ നൂതന സംവിധാനമാണ് RNA സീക്വൻസിങ്. അത് ഇപ്പൊ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീനോം ബാങ്കിൽ ഇതെല്ലാം സൂക്ഷിക്കുകയും നമ്മുടെ പ്രിസിഷൻ മെഡിസിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിസിഷൻ മെഡിസിന്റെ ഒരു നട്ടെല്ലാണ് ജീനുകൾ എന്ന് പറയാം.